നിങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ CPM-ന്റെ ചിഹ്നത്തിൽ CPM-ന്റെ ഒരു പാർട്ടി മെമ്പറെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയത് വലിയൊരു പരാജയമായിരിക്കില്ലേ? ഒരിക്കലുമില്ല. പാർട്ടി ചിഹ്നമില്ല, പാർട്ടി സ്ഥാനാർത്ഥി ചിഹ്നം വേണ്ട. സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാണ്. ഇവിടെ പാലക്കാട് മണ്ഡലത്തിന്റെ കഴിഞ്ഞ 13 വർഷക്കാലമായിട്ട് നമുക്കറിയാവുന്ന പറയട്ടെ 13 വർഷക്കാലമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുരടിപ്പ്, സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസനം പോലും സമയബന്ധിതമായി പൂർത്തീകരിക്കാതെ പോകുന്നൊരു സാഹചര്യം ഇവിടെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി ഈ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പി സരിൻ ഞങ്ങളോടൊപ്പം കടന്നു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവരുടെയും വോട്ടുകൾ സമാഹരിക്കാൻ തൽക്കാലം ഈ പറഞ്ഞതുപോലെയുള്ള സരിനെ ഞങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിഹ്നം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഞങ്ങളുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രം. അതുകൊണ്ട് ഒരിക്കലും ചിഹ്നമില്ലാത്തത് കൊണ്ടൊരു പ്രശ്നമായി പാലക്കാട്ടുകാർ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തിയിട്ടില്ല എന്ന് പറയാൻ. 3 മുഖ്യമന്ത്രിമാരെ കിട്ടിയ പാലക്കാട് നിങ്ങളുടെ ചിഹ്നത്തിൽ, അതും പാലക്കാട്ടെ കമ്മ്യൂണിസ്റ്റുകാർ ഹൃദയത്തിലേറ്റി അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നം ഇത്തവണ ബാലറ്റ് പേപ്പറിൽ തിരിയുമ്പോൾ അവർ നിരാശപ്പെടേണ്ടി വരും. അവർക്കുള്ളത് സ്റ്റെതസ്കോപ്പാണ്. ഒരാശയക്കുഴപ്പത്തിന്റെ ആവശ്യമില്ല. കാരണം സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ, അരുൺ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെ ഈ നാട്ടിൽ ഓരോ മനുഷ്യന്റെയും ഹൃദയസ്പന്ദനം അറിയുന്ന സ്റ്റെതസ്കോപ്പ് ഈ നാടിന്റെ ഹൃദയസ്പന്ദനം അറിയും, സംശയമില്ല. ആ നിലയിൽ ഡോക്ടർ പി സരിന്റെ ഈ ചിഹ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായി പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയസ്പന്ദനവും വികസനത്തിന്റെ സ്പന്ദനവും അറിയാൻ വേണ്ടി പോവുകയാണ്. അല്ല, ഇവിടെ ഇപ്പോൾ ശ്രീമതി ശാന്തകുമാരി സൂചിപ്പിച്ചല്ലോ ഹൃദയസ്പന്ദനം അറിയുമെന്ന്. അപ്പോൾ ആ ഹൃദയസ്പന്ദനം അറിയാൻ എന്തുകൊണ്ടാണ് ബിനുമോളെ നിയോഗിക്കാതിരുന്നത്? പാർട്ടി ചിഹ്നം കൂടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി അറിയാമായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള കാരണം 13 വർഷക്കാലമായിട്ട് വികസന മുരടിപ്പ് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായി പാലക്കാട് മണ്ഡലം മാറുകയാണ്. കാരണം മുനിസിപ്പാലിറ്റിയും കണ്ണാടി, മാത്തൂർ, പിരായിരി എന്ന് പറയുന്ന 3 പഞ്ചായത്തുകൾ മടങ്ങുന്നതാണ് പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് വികസനം ഇവിടെ പറഞ്ഞല്ലോ, തേനും പാലും ഒക്കെ അമൃതായി ഒഴുക്കി എന്നൊക്കെ പറയുമ്പോഴും വികസനം എവിടെയും എത്തിയിട്ടില്ല. നമുക്കറിയാം, പാതി വഴിയിൽ നിൽക്കുകയാണ് എല്ലാ പദ്ധതികളും. ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഫണ്ട് ഞങ്ങൾ എങ്ങനെ ഫണ്ട് പറയട്ടെ? കേന്ദ്ര ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിനോട് അനുവർത്തിക്കുന്ന സാമ്പത്തിക ഉപരോധം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഞങ്ങൾ MLA-മാരും മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കം കേന്ദ്രത്തെ സമരം ചെയ്തു, സുപ്രീം കോടതിയിൽ കേസിന് പോയി. ഇത്രയേറെ ഒരു സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കേണ്ട വിഹിതത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇന്ന് ചരിത്രത്തിൽ എവിടെയും വായിച്ചു നോക്കിയാൽ ഒരു കേസുണ്ടോ? ബഹുമാനപ്പെട്ട ഉന്നതമായ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലേക്ക് നമ്മളെ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ നയിച്ച അവരെ അതിലേക്ക് തള്ളിവിടാനുള്ള പ്രധാനപ്പെട്ട കാരണം UDF-ഉം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി BJP എന്ന സർക്കാരാണ്. ഫിസിക്കൽ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന വ്യവസ്ഥാപിതമാണ്. അത് തകർക്കപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണം മുഴുവൻ അവിടെ സമാഹരിക്കുകയും നമുക്ക് തരേണ്ട വിഹിതം തരാതിരിക്കുകയും ചെയ്ത് സാമ്പത്തിക മുരടിപ്പും സാമ്പത്തിക ഉപരോധവും അടിയന്തരാവസ്ഥ പോലെ ഉണ്ടാക്കിയെടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടും ചേലക്കരയിൽ നിങ്ങൾക്ക് ആലത്തൂരിൽ മാത്രമല്ലേ വിജയിക്കാൻ സാധിച്ചുള്ളൂ? അത് നമുക്കറിയാം. അത് പൊതുവായി കാണുന്ന ഒരു സാഹചര്യം. പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് 2 തരത്തിലാണ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ഇതിനു മുൻപും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ UDF-ന് വിജയം കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നതാണ്, ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യും. അത് നടപ്പിലാക്കാൻ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വേണം. ഏറ്റവും വിദ്യാസമ്പന്നൻ, ഡോക്ടറും IAS-ഉമായ നിലവിലുള്ള സ്ഥാനാർത്ഥികൾ ഏറ്റവും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ IAS. രാഹുൽ വിദ്യാഭ്യാസ യോഗ്യമുണ്ട്. സ്റ്റീഫൻസിലാണ് പഠിച്ചത്. ഡോക്ടറുമല്ല IAS-കാരനുമല്ല മറ്റ് സ്ഥാനാർത്ഥികൾ. ഞങ്ങൾക്ക് വലിയ വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ശബ്ദം, പാലക്കാടിന്റെ ശബ്ദം നിയമസഭയിൽ പ്രതിധ്വനിക്കണമെങ്കിൽ ഡോക്ടർ ചോദിച്ചോട്ടെ, ഇനി അങ്ങോട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആയിരിക്കുമോ മാനദണ്ഡം? അത് മാത്രമല്ല ഞാൻ അഡ്വക്കേറ്റ് ആണ്. ഞങ്ങളുടെ പല സ്ഥാനാർത്ഥികളും അങ്ങനെ തന്നെയാണ്, ആയിരുന്നവരാണ്. പാർട്ടിയുടെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ മാറി
വന്ന രാഷ്ട്രീയ സെനോറിയിൽ തീർച്ചയായും പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ പാർട്ടിയുടെ വിലയിരുത്തൽ. മലമ്പുഴയിൽ VS വന്നിരുന്നു. നിങ്ങളുടെ കോൺഗ്രസിൽ നിന്നും പെട്ടെന്ന് വന്നുകൊണ്ട് സരിനൊരു അവസരം കൊടുത്തു. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ഇളക്കമുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് സന്ദീപിന്റെ കാര്യത്തിലും. സന്ദീപിന്റെ കാര്യത്തിൽ സ്വാഗതം ആദ്യം പറഞ്ഞു. സന്ദീപ് പുറത്തു വന്ന് നിലപാടൊക്കെ മാറ്റട്ടെ, അതുവരെ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് എന്ന് പറഞ്ഞു. ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആകും എന്ന് വരെ AK ബാലനെ പോലെ മുതിർന്ന നേതാവ് പറഞ്ഞു. അത് കഴിഞ്ഞ് കോൺഗ്രസ് രഹസ്യമായ ചർച്ച നടത്തി. കോൺഗ്രസ് അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴേക്കും എന്താണ് കഴുത്തിലിട്ടിരിക്കുന്ന എന്താണ് ഇട്ടിരിക്കുന്ന കാളിയനായി എന്ന് പറയുന്നത് ശരിയാണോ? അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താണല്ലോ. ഒറ്റ കാര്യം പറയാം. അല്ല, അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മുതിർന്ന നേതാവ് ചർച്ച ചെയ്യപ്പെട്ട വിഷയം ലൈവായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതിലൊക്കെ തർക്കമൊന്നുമില്ല. സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് നോക്കൂ, BJP എന്ന് മാത്രമല്ല RSS കടുത്ത വർഗീയവാദിയായ പിന്നെ സന്ദീപ് വാര്യരെ അദ്ദേഹം വെട്ടിത്തെളിഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ കൃഷ്ണകുമാറിന് വേണ്ടി മത്സരിക്കാൻ വരില്ല എന്ന് പിന്നെ പ്രചരണത്തിൽ വരില്ല എന്ന് പറയുകയും ഒരു സുപ്രഭാതത്തിൽ നേരെ UDF-ലേക്ക് പോവുകയും ചെയ്തു. ഡോക്ടർ സരിൻ അങ്ങനെയല്ല. ഡോക്ടർ സരിൻ അങ്ങനെയല്ല. സരിൻ ചെയ്തത് അദ്ദേഹം UDF-ലായിരുന്നു, തർക്കമില്ല. BJP RSS-ഉം UDF-ഉം നൽകിയിട്ടുള്ള അവസരവാദ സമീപനത്തിന്റെ ഭാഗമായി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. സരിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇന്ന് സ്റ്റെതസ്കോപ്പ് വേണ്ടി വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പലരും ഒന്ന്. രണ്ടാമത്തെ ഒരു ചോദ്യം. നോക്കൂ, സന്ധി വിട്ടാൽ അത് വള്ളി നിക്കറും, സരിനിട്ട ബർമുട ആവൂല. രണ്ടും ഒരേ വിഷയമാണ്. സംഘടനാ നേതൃത്വവുമായിട്ട് പിണങ്ങി വന്നു. സംഘടനാ നേതൃത്വവുമായിട്ട് സരിൻ ശാന്തകുമാരി മാം, വിത്ത് ഡ്യൂ റെസ്പെക്ട്, നോക്കൂ, സരിൻ ഇറങ്ങി വന്നത് പ്രത്യയശാസ്ത്ര പ്രശ്നത്തിനെ തുടർന്നൊന്നുമല്ല. സരിൻ ഇറങ്ങി വന്നത് VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയം, ആ ത്രയത്തോട് ഫൈറ്റ് ചെയ്ത് പുറത്തിറങ്ങി വന്നു. ഇവിടെ ഇപ്പോ സന്ദീപ് പുറത്തു വന്നിരിക്കുന്നത് കൃഷ്ണകുമാർ, രഘുനാഥ്, അതേപോലെ സുരേന്ദ്രൻ, ഈ ത്രയത്തോട് ഫൈറ്റ് ചെയ്തിട്ടാ. അപ്പൊ അവിടെയും ത്രയം ഇവിടെയും ത്രയം. എന്താ വ്യത്യാസം? ആ ത്രയം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറയട്ടെ ഡോക്ടർ സരിൻ പുറത്തു വന്നു എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. സ്ഥാനാർത്ഥിത്വം മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു പദവി ഉപേക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വരികയും അതിന്റെ ഭാഗമായി അദ്ദേഹം ആഗ്രഹിച്ച ഗാന്ധിജി കണ്ടതും നെഹ്റു കണ്ടതും ഒന്നുമല്ല അദ്ദേഹം മനസ്സിലാക്കി രാഷ്ട്രീയമെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നത്. സ്വാഭാവികമായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം രീതിയിൽ കോൺഗ്രസിന്റെ അവസരവാദ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും അതിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് തുറന്ന മനസ്സോടുകൂടി പൊതുജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ് കടന്നു വരുന്നവരെ ഞങ്ങൾ നിരാകരിക്കേണ്ട കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു.